ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് അലീന ചാക്കോ. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇന്നത്തെ ദിവസം ഞാൻ രാവിലെ എണീറ്റപ്പോൾ തൊട്ട് ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ഈ ടൈം വരെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ എന്റെ വീട് അങ്ങ് ആലക്കോടാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, ഞാൻ സാധാരണ വെള്ളിയാഴ്ച വൈകിട്ട് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലോട്ട് പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിൽ നിന്നാണ് തിങ്കളാഴ്ച വരേണ്ടത്. അപ്പൊ രാവിലെ എന്റെ ബസ്സിന്റെ ടൈം എന്ന് പറയുന്നത് 6:20 അപ്പൊ 6:20 ബസ്സിന് പോകണമെങ്കിൽ ഞാൻ ഏകദേശം ഒരു 5 മണിയാകുമ്പോൾ എണീക്കണം. ഉടനെ ഇന്നലെ രാത്രി കുറച്ച് നേരത്തെ കിടന്നു, അലാറൊക്കെ വെച്ചിട്ട് കിടന്നു. 5 മണിക്ക് അലാറം അടിച്ചു, അറിയുന്നില്ല. പക്ഷെ ഞാൻ ഓഫ് ആക്കുന്നുണ്ട്, പക്ഷെ ഞാൻ അറിയുന്നില്ല. അമ്മ വന്ന് വിളിച്ചു. രാവിലെ കുറച്ചു നേരം കൊണ്ട് കിടന്നു കണ്ട് ഞാൻ നോക്കിയപ്പോൾ സമയം 5 മണി കഴിഞ്ഞതേ ഉള്ളൂ. ഒരു കുറച്ചു നേരം കിടക്കാം, ഒരു 5:10 5:20 വരെ കിടക്കാന്ന് വിചാരിച്ചിട്ട് മെല്ലെ ഇങ്ങനെ കിടന്ന് നോക്കി. പക്ഷെ ആ സമയത്ത് നമ്മൾ കിടക്കും, ഉറങ്ങും. അങ്ങനെ 5:10 5:20 എഴുന്നേറ്റ് വിട്ട് എല്ലാരും ചെയ്യുന്ന പോലെ ബ്രഷ് ചെയ്യും. കുളിക്കത്തില്ല കേട്ടോ രാവിലെ എഴുന്നേറ്റ്. പിന്നെ ഞാൻ നിൽക്കുന്നത് ഭയങ്കര തണുപ്പാ. വെച്ചാൽ എപ്പോഴും തണുപ്പുള്ള സ്ഥലം, നമ്മള് ഫാനൊന്നും യൂസ് ചെയ്യാത്ത സ്ഥലം. അപ്പൊ അതുകൊണ്ട് തന്നെ രാവിലെ കുളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, ഭയങ്കര തണുപ്പാണ്. രാവിലെ കുളിക്കത്തില്ല, ബ്രഷ് ചെയ്യും. അപ്പൊ രാവിലെ ഫുഡ് ഇങ്ങോട്ട് വരുമ്പം ഹോസ്റ്റലിൽ നിൽക്കാത്തതുകൊണ്ട് തന്നെ ഫുഡ് രാവിലെ കൊണ്ടുവരണം. അപ്പൊ അമ്മ രാവിലെ അതിനുള്ള അടുക്കള കിടന്ന് അംഗം വെട്ടാണ്. രാവിലത്തെ ഫുഡ് ആക്കുന്ന എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ആ സൈഡിൽ കൂടെ പോകുന്നു, പല്ല് തേക്കുന്നു, വരുന്നു. സഹായിച്ചില്ല കേട്ടോ, സമയമില്ലായിരുന്നു. കാരണം ഡ്രസ്സ് തേക്കണം, കാരണം കളറായിടുന്നുണ്ട്, അത് തേക്കണം. ചുളുങ്ങി പോകും, ചുളുങ്ങിയത്. അപ്പം ബസ്സിലിരുന്ന് എന്തായാലും ചുളുങ്ങും. പക്ഷെ നമ്മൾ ചെല്ലുമ്പോൾ കുറച്ചേക്ക് കാണുമ്പോൾ നിൽക്കണ്ടേ. അപ്പൊ അങ്ങനെ പോയിട്ട് ഡ്രസ്സെല്ലാം തേച്ച് ഇരുന്ന് കുറച്ചു നേരം കണ്ണാടിയുടെ മുമ്പിൽ പോയി. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ ഉറക്കം ശരിയായിട്ടില്ല. കാരണം എനിക്കൊരു 6 മണിക്കൂർ കൂടുതൽ ഉറങ്ങിയാലേ ശരിയാകത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു കണ്ണ് എഴുതിയില്ല. സാധാരണ കണ്ണ് എഴുതിയിട്ടാണ് വരുന്നത്, പക്ഷെ എഴുതിയില്ല. കാരണം എഴുതിയിട്ടുണ്ടെങ്കിൽ ഉറങ്ങി പോകുമല്ലോ. നമ്മൾ ഈ സൈഡ് വെച്ച് കിടക്കുമ്പോൾ കണ്ണുനീരൊക്കെ വന്നു കഴിഞ്ഞാൽ കൺമഷി പടരും. അപ്പൊ അതുകൊണ്ട് കണ്ണ് എഴുതിയില്ല. അങ്ങനെ സമയം ലാഭിച്ചു. ഒരു പൊട്ട് ഇട്ടു, പിന്നെ കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടു. എന്നിട്ട് അതിപ്പോ ഒരു ഏകദേശം 5:45 ടൈമായി. അപ്പൊ 5:45 ടൈം ആയപ്പോഴത്തേനും ഫുഡ് കഴിക്കാൻ വേണ്ടി അമ്മ കൊണ്ടിട്ട് 2 ഇടിയപ്പം മുട്ട റോസ്റ്റും കൊണ്ട വെച്ചു. സുഖമല്ലേ, നല്ല ചൂട് ഇടിയപ്പം, നല്ല ആവിയൊക്കെ പോകുന്ന കാണായിരുന്നു. എന്നിട്ട് ഞാൻ ഇടിയപ്പം എടുത്തിട്ട് കഴിച്ചു. ഒരു 1.5 ഇടിയപ്പത്തിനും രാവിലെ ആയതുകൊണ്ട് അങ്ങ് പോകുന്നില്ല. കുറച്ചുകൂടെ ലേറ്റ് ആവുകയാണെങ്കിൽ സൂപ്പർ ആക്കിയാണ്. ഇത് കൊടുന്നില്ല, പോക്കറ്റില്ലായിരുന്നു, കളർ ഡ്രസ് ആയിരുന്നു. എന്നിട്ട് അത് കഴിച്ചു. അപ്പൊ ഈ രാവിലെ ആയതുകൊണ്ടും ഞങ്ങളുടെ നാട്ടിൽ ഇപ്പൊ തൊട്ടടുത്ത് നമ്മുടെ ആന വരുന്നുണ്ട്. ആനയുണ്ട്, പന്നിയുടെ ഒക്കെ ശല്യം ഉള്ളതുകൊണ്ട് രാവിലെ നടന്നു പോലും. ഞാൻ അത് കഴിഞ്ഞുള്ള ബസ്സിനാണെങ്കിൽ സാറിന് ഞാൻ വീട്ടിൽ നിന്ന് നടന്നാ പോകുന്നത്. പക്ഷെ ഇപ്പൊ ഒരു പേടി, പോകുന്ന വഴിക്കാനും പന്നി തട്ടിയിട്ട് ആരും അറിയത്തില്ല, അവിടെ കിടക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ രാവിലെ തോളിൽ ബാഗിലിട്ടിട്ട് എനിക്ക് ഷോൾഡറിന് പെയിൻ ഉള്ളതുകൊണ്ട് എനിക്ക് കുറെ നേരം നടക്കത്തില്ല. എന്തായാലും വെയിറ്റ് തൂക്കിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓട്ടോയ്ക്ക് ആവുന്നത്, എന്നെ സ്ഥിരം കൊണ്ടുവന്ന ചേട്ടായി വരും. അപ്പം ഓട്ടോയ്ക്ക് പോകാൻ വേണ്ടിയൊക്കെ നിന്നു. ആദ്യം ഞാൻ ഫുഡ് കഴിച്ചിട്ട് അപ്പം ഈ പല്ലിൽ ക്ലിപ്പ് ഇട്ടോണ്ട് എപ്പം ഭക്ഷണം കഴിച്ചാലും അപ്പം പല്ല് തേക്കണം. അന്ന് വെച്ചിട്ട് ഭക്ഷണം കഴിക്കൽ കുറയ്ക്കില്ല. 4 നേരം എന്നുള്ളത് 8 നേരം ആക്കി കഴിക്കും. 8 നേരം പല്ലും തേക്കും. അങ്ങോട്ട് വീണ്ടും പല്ല് തേച്ചു. അപ്പൊ ലിപ്സ്റ്റിക്ക് വീണ്ടും ഇട്ടു, പൗഡർ ഇട്ടു, ഒന്ന് പോയി നോക്കി, പൊട്ടൊക്കെ കുത്തു, റെഡിയായി. ഞാൻ പ്രാർത്ഥിച്ചു. വണ്ടി വന്നപ്പോഴത്തേക്കും അപ്പോഴാണ് കിടക്കുന്നത് നമുക്ക് ബുക്ക് എടുക്കണം, ഡ്രസ്സ് എടുക്കണം, പോകുന്ന സാധനം വേണം. തലേദിവസം എടുത്തു വെക്കോ ഇല്ല. പക്ഷെ എനിക്കറിയാം എല്ലാ സാധനവും എവിടെ, എനിക്ക് കറക്റ്റ് അറിയാം എന്നതൊക്കെ എടുക്കുന്ന നേരത്തെ മൈൻഡിലുണ്ടാവും. പക്ഷെ എടുത്തു വെക്കത്തില്ല. വന്നു 5 മിനിറ്റിനുള്ളിൽ എല്ലാം എടുത്തു വെച്ചു, ബാഗ് എടുത്തു വെച്ചു. ഇറങ്ങി. വണ്ടി വന്നു കഴിയുമ്പോൾ ചേട്ടായി രാവിലെ എണീറ്റ് വരുന്നുണ്ട്. അമ്മ രാവിലെ ചായ കൊടുക്കും. അമ്മ ചേട്ടായിക്ക് ചായ കൊടുക്കുന്ന സമയം കൊണ്ട് എല്ലാം എടുത്തു വെച്ച്. എനിക്ക് 2 പട്ടിയുണ്ട്, ഒരു പൂച്ചയുണ്ട്. പക്ഷെ എന്റെ പൂച്ച ഒളിച്ചോടി പോയി ഒരാഴ്ച മുമ്പ്. പിന്നെ ബാക്കി 6 പോയി. അത് കണ്ടം പൂച്ചയാണ്, അവൻ എവിടെ സെറ്റപ്പ് ഉണ്ട്, അവിടെ ഉണ്ട്. അവൻ പോയി, അവനെ കാണുന്നില്ല, ഇനി പുതിയതേ വാങ്ങണം. അപ്പൊ 2 പട്ടിയുണ്ട്. ഞാൻ എല്ലായിടത്തും പോയി പറഞ്ഞു, അവർക്കറിയാം ഞാൻ പോകുന്നു. അപ്പൊ ഒരുത്തർ എന്റെ പുറകെ വന്നു. എന്നിട്ട് വണ്ടി കയറി അവിടെ ഇരുന്നു. അത് കഴിഞ്ഞപ്പം അപ്പം പാല് വാങ്ങണം. അപ്പൊ അമ്മ കുപ്പി എന്നോട് എടുക്കണം എന്ന് പറയാം. ഞാൻ കുപ്പിയൊക്കെ എടുത്ത് വന്ന് പാല് വാങ്ങാൻ വെച്ച് ഓട്ടോയിൽ പോകുമ്പോൾ അമ്മ പറഞ്ഞു പൈസ അമ്മ കൊടുത്തോളാം. എനിക്ക് കോൾ അടിച്ചു. ചേട്ടാട് പറഞ്ഞു എനിക്കൊരു അമ്മ പൈസ കൊടുത്തിട്ട് പറഞ്ഞു ഒരു 100 രൂപ എനിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ വന്ന് വണ്ടി ഇറങ്ങി 100 രൂപ എനിക്ക് തന്നു. അപ്പൊ എന്റെ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പം കയറുന്ന ബസ്സിന് ഇറങ്ങി ആലക്കോട് ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് അവിടുന്ന് ഡയറക്റ്റ് കണ്ണൂർ ബസ് കിട്ടും. അപ്പൊ എനിക്ക് ഏകദേശം ഒരു 6:45 തൊട്ട് 8 മണി വരെ ഒരു 1.25 മണിക്കൂർ കിട്ടും. അപ്പൊ 1.25 മണിക്കൂർ ഉറങ്ങിയാൽ നല്ല സുഖം. ഈ ഉറങ്ങുന്നതുകൊണ്ടും എന്റെ പല്ല് പൊങ്ങാൻ കാരണം വാ വിളിച്ച് കിടന്ന് ഉറങ്ങുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് കമ്പി ഇട്ടത്. അപ്പൊ ബസ്സേ കിടന്ന് വാ വിളിച്ചുറങ്ങുന്നതുകൊണ്ട് നാട്ടുകാരെല്ലാരും കാണും, അറിയാവുന്ന കുറെ പേരുണ്ട്. അപ്പൊ ഞാൻ മാസ്ക് വാങ്ങണം. അപ്പൊ ഞാൻ ഓട്ടോ വന്നിറങ്ങി നേരെ കടയിൽ പോയി. ഞാൻ 10 രൂപയ്ക്ക് 2 മാസ്ക് വാങ്ങിച്ചു. കറുത്ത മാസ്ക് വാങ്ങി ഞാൻ അവിടുന്ന് വെച്ചു. പക്ഷെ ഇത് വെക്കുന്നത് ഇപ്പം ബുദ്ധിമുട്ടാ, ചൂടുണ്ട്. ഞാൻ താത്തി വെച്ചു, കാരണം ഉറങ്ങുന്ന സമയത്ത് വെച്ചാൽ മതിയല്ലോ. എന്നിട്ട് അവിടെ വന്ന് അടുത്ത ഒരു ബസ് ഇറങ്ങി വേണം ഓട്ടമാണ്.